ഞാനും കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണ്. ഷെഹനാസിന് പരാതി. എന്നിട്ടും വിടാതെ കമൻ്റാളികൾ ആവർത്തിച്ച് കമൻ്റ് എഴുതി അവരെ തുടരെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ജീവിതവും നമ്മുടെ ഒരു ചുറ്റുപാടും ഒക്കെ നോക്കി ഒരു വിഷയത്തിൽ ഏത് എക്സ്ട്രീം വരെ പോകണം എന്ന് തീരുമാനിച്ചു വേണം നമ്മളും പ്രതികരിക്കാൻ. അങ്ങനെയല്ല കൈവിട്ടു പോയാൽ തുല്യവും വിപരീതവുമായ പ്രതികരണം നാം പ്രതീക്ഷിക്കുകയും വേണം. ഇത് ഷെഹനാസിന് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ് താനും. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഷെഹനാസിന് നേരെ കടുത്ത സൈബർ ആക്രമണം നടക്കുന്നുവെന്നും താനും കുടുംബവും അത് താങ്ങാനാവാതെ ആത്മഹത്യയുടെ വക്കിലാണെന്നുമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ഷെഹനാസ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഉത്തരവാദികളായ ചില ആളുകളുടെ പോസ്റ്റുകളും അവർ ലിങ്ക് ചെയ്തിട്ടുണ്ടത്രേ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചതിന് ശേഷമാണ് തനിക്കെതിരെ ഈ ആക്രമണം തുടങ്ങിയത് എന്നാണ് ഷെഹനാസിൻ്റെ സംസാരം. ഷെഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ശക്തമായി രംഗത്തിറങ്ങിയിരുന്നു. ഞാനത് മനസ്സിലാക്കിയെടുത്തോളം അവർക്കിടയിൽ അങ്ങനെ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാഹചര്യത്തിൽ അവരിറങ്ങി അങ്ങ് പുറപ്പെട്ടതാണ്. അവരെ എന്തെങ്കിലും തരത്തിൽ ആക്ഷേപിച്ചെന്നോ അല്ലെങ്കിൽ അവരെ അതിരൂക്ഷമായി മോശമാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള സംഗതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അല്ലാതെ അവിടെ വരുന്നോ ഇവിടെ വരുന്നോ അങ്ങനെ പോകാം എന്നൊക്കെ പറഞ്ഞ ചില സംഗതികളാണ്. അത് പലർക്കും ചിലപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ പലയിടത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അവരൊക്കെയും അത് ആവശ്യമുള്ളിടത്തോളം നമ്മൾ ഇടപെടേണ്ടതല്ലെങ്കിൽ അതിനെ വിഴുക്കി വിടുക എന്നുള്ളതാണ് സാധാരണ സ്ത്രീകളൊക്കെ സ്വീകരിക്കുന്ന നിലപാട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒത്തിരി ബഹളം വെച്ച അണി ഭാസ്കർ അടക്കമുള്ള ആളുകൾ പലതിലും പിന്നീട് അങ്ങ് നിശബ്ദമായി അവരുടെ കാര്യം കഴിഞ്ഞു, അവർ ചെയ്യേണ്ടത് ചെയ്തു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്തിൽ നിന്നാണ് ഷെഹനാസ് ആരംഭിക്കുന്നത്. ഒത്തിരി പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെക്കൊണ്ട് ഒത്തിരി പറയിച്ചു എന്നൊക്കെ പറഞ്ഞ് നടത്തിയ പത്രസമ്മേളനം ശരിക്കും കൈവിട്ട നിലയിലാണ് നടന്നുപോയത്. ആ കൈവിട്ട നിലയിൽ നിന്ന് പിന്നീട് കാര്യങ്ങൾ വാവിട്ട നിലയിലേക്ക് പോയി എന്നതാണ് സത്യം. പിന്നീട് അവരെയും വിചാരണ ചെയ്യുന്ന ആളുകൾ രംഗത്തിറങ്ങി. നിയാസ് മലബാറിയെപ്പോലെ. പിന്നെ അതുപോലെ തന്നെ ഈ സാമൂഹ്യ മാധ്യമത്തിൽ കോൺഗ്രസിൻ്റെ സൈബർ നെറ്റ്വർക്കിലുള്ളവരെല്ലാം രംഗത്തിറങ്ങി പലതരത്തിലുള്ള ഇടം വലം തിരിയാനാകാത്ത ആക്ഷേപങ്ങളുടെ പരമ്പരകൾ കൊണ്ടു നിറച്ചു. അതിലെല്ലാം വ്യാജമായാലും ഒറിജിനലായാലും സംഭവങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. അതിനൊക്കെയും കൃത്യമായി മറുപടി പറയുന്ന തരത്തിലേക്ക് ഷെഹനാസ് പിന്നെ പ്രത്യക്ഷപ്പെട്ടുമില്ല. ഇപ്പോഴാണ് ഷെഹനാസിൻ്റെ പേരിൽ ഇത്തരമൊരു പരാതി കൊടുത്തതായി മാധ്യമങ്ങളിൽ കാണുന്നത്. ആ കൊടുത്തിരിക്കുന്ന വാർത്തകൾക്കടിയിലും ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള കമൻറ്റുകൾ തന്നെയാണ് തുടരുന്നത്. സർക്കാർ ഇനിയിപ്പോൾ മൂക്കിൽ മുട്ടുന്ന തരത്തിൽ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേട്ടയ്ക്കോ മറ്റോ ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കാനും വയ്യ. ചുരുക്കത്തിൽ രാഷ്ട്രീയമായ ഒറ്റപ്പെടലിനപ്പുറത്ത് മാനസികമായി ഈ സംഗതികൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതവും ഷെഹനാസ് തനിച്ച് താങ്ങേണ്ടി വരുന്നു എന്നതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങി പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിക്കാവുന്ന പാകത്തിനപ്പുറത്തേക്ക് അതിനെ കൈവിട്ടു പോയാൽ അത് തിരുത്തുകയും അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിന്നും അങ്ങ് പിന്മാറുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം വീണ്ടും അതിരൂക്ഷമായി നമ്മൾ എത്ര ബലമാണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതിനേക്കാൾ തുല്യവും ചിലപ്പോൾ അല്പം കടന്നതുമായ പ്രതിബലം നമ്മുടെ മേലും പതിക്കപ്പെടും. അവിടെ ഈ ആദ്യം പ്രോത്സാഹിപ്പിച്ചവരും നല്ലതായി എന്ന് പറഞ്ഞവരും പിന്നണിയിൽ നിന്ന് പിന്തുണച്ചവരും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് നാമേ ഉള്ളൂ എന്ന ബോധ്യത്തിനപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കരുതെന്ന ഗുണപാഠം ഷെഹനാസ് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ഈ പറയുന്ന സംഗതിയിൽ നിന്ന് സ്വയം അതിൻ്റെ ശരിയായ ഒരു സമാധാനപൂർണമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കലാണ് കൂടുതൽ ഉചിതമാവുക എന്നതാണ് എൻ്റെ ഒരു കുറച്ച് പഴഞ്ചൻ കാഴ്ചപ്പാടാണത്. എങ്കിലും അങ്ങനെയാണ് നല്ലതെന്ന് തോന്നുന്നു.